നാളെ മണ്ഡലക്കാലം തുടങ്ങുകയാണ്. എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം, കെ ജയകുമാർ IAS തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. അഡ്വക്കേറ്റ് കെ രാജു ദേവസ്വം ബോർഡ് അംഗമായിട്ടും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ഈ അടുത്ത ദിവസം നമ്മൾ തമിഴ്നാട്ടിലുള്ള 2-3 സുഹൃത്തുക്കൾക്കിടയിൽ വെച്ച് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ വല്ലാതെ വിഷമിക്കുന്നത് ഞാൻ കണ്ടു. കാര്യം ശബരിമലയിൽ എല്ലാ വർഷവും വന്ന് തൊഴുതു മടങ്ങുന്ന ഭക്തജന സംഘമാണത്. അപ്പം ശബരിമലയിൽ വരുന്ന കർണാടകത്തിൽ നിന്നും തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളൊക്കെ തന്നെ ശബരിമല എന്ന് പറയുന്ന സത്യത്തിൽ വെള്ളം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭക്തർ എന്നുള്ളതിൽ അവർക്ക് താങ്ങാൻ കഴിയില്ല. അപ്പോൾ ശബരിമലയിലെ കുറേ വിവാദങ്ങൾ മല കയറിയിട്ടുണ്ട്. ഈ വിവാദങ്ങളൊക്കെ മല ഇറങ്ങണം, ഇല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ മനസ്സിനെയൊക്കെ അത് വല്ലാതെ ബാധിക്കും. ഒരു ഭക്തജന പ്രവാഹം ശബരിമലയിൽ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അപ്പോൾ അവരുടെ താല്പര്യം കൂടി നമ്മൾ എടുക്കണം. ഈ പുഴുക്കുത്തുകളെ ഒഴിവാക്കുമെന്ന് കെ ജയകുമാർ IAS പറഞ്ഞിട്ടുണ്ട്. പുതിയ പ്രസിഡന്റിന് ശബരിമലയിൽ കാര്യമായി ഒരു മാറ്റം വരുത്താൻ കഴിയട്ടെ. അവിടെ അവതാരങ്ങളുണ്ട് എന്ന് പറയുന്നു. ഈ അവതാരങ്ങളുണ്ടെങ്കിൽ ഈ അവതാരങ്ങളെല്ലാം മലയിറങ്ങാനുള്ള സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കണം. അതുപോലെ തന്നെ പുതിയ ബോർഡ് ശബരിമല എന്ന് പറയുന്ന ഇത്രയധികം ജനലക്ഷങ്ങളെ ആകർഷിക്കുന്ന സ്ഥലം സംശുദ്ധമാക്കാനുള്ള എല്ലാ പ്രവർത്തനവും അവർ നടത്തട്ടെ എന്നുകൂടി നമ്മൾ ആശംസിക്കുന്നു.